ഒരു വാട്സാപ്പ് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സിമ്പിളാണ്. പ്ലേ സ്റ്റോറിൽ പോവുക, അവിടെ സെർച്ച് ബാറിൽ വാട്സാപ്പ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. ഇവിടെ വാട്സാപ്പ് എന്ന് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ വാട്സാപ്പിൻ്റെ ഐക്കണുള്ള ഈ വാട്സാപ്പ് മെസ്സഞ്ചർ അത് ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ പെട്ടെന്ന് ഡൗൺലോഡ് ആവും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. ഇവിടെ ഇതുപോലെ ഇൻസ്റ്റാളിംഗ് എന്ന് കാണിക്കും. ഫോണിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ലാംഗ്വേജ് ചോദിക്കും. ഇവിടെ മലയാളം ഉള്ള ലാംഗ്വേജ് ഉണ്ട്. നമ്മളിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. മലയാളം വേണ്ടവർക്ക് മലയാളം സെലക്ട് ചെയ്യാം. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ ഒരു പച്ച ആരോ മാർക്ക് കൊണ്ട് സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീനാണ് വരിക. എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിയുമ്പോഴേ നമുക്ക് വാട്സാപ്പ് വേണ്ട മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. കൺട്രി കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നീട് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നുകൂടെ വരും. അതായത് നമ്മുടെ മൊബൈൽ നമ്പർ കറക്റ്റ് തന്നെയല്ലേ എന്നുള്ള ചോദ്യമാണ്. നമ്മളിവിടെ യെസ് കൊടുക്കുക. അത് കഴിയുമ്പോഴേ ഒരു OTP നമ്മുടെ ഫോണിലേക്ക് വരും. ഓട്ടോമാറ്റിക്കായിട്ട് അത് കോപ്പി ആയിക്കോളും. ഇനി അഥവാ കോപ്പി ആയില്ലെങ്കിൽ നമ്മൾ മെസ്സേജിൽ പോയി നോക്കിയിട്ട് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ വെരിഫിക്കേഷൻ ആവും. വെരിഫിക്കേഷൻ ആയിട്ട് പിന്നീട് വരുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എഗ്രി ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മുടെ പേര് എൻ്റർ ചെയ്യാൻ ഒരു ഓപ്ഷനാണ് വരിക. ഈ കൊടുക്കുന്ന പേരാണ് മറ്റുള്ളവർ നമ്മുടെ വാട്സാപ്പ് നോക്കുമ്പോൾ അവരുടെ ഫോണിൽ നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 24 അക്ഷരങ്ങൾ വരെ ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പേര് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന സ്ക്രീൻ ഇതുപോലെയോ അല്ലെങ്കിൽ ഇതുപോലെയോ ആവാം. അപ്പോൾ ഇവിടെ സെൻഡ് മെസ്സേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. മെസ്സേജ് അയക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നമ്മുടെ കോൺടാക്റ്റിലുള്ള ആൾക്കാരുടെ ഒക്കെ 1-2 കോൺടാക്റ്റുകൾ ഇതുപോലെ ഇങ്ങനെ ഫസ്റ്റ് തന്നെ വന്ന് കിടക്കും. നമ്മൾ സെൻഡ് മെസ്സേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കോൺടാക്റ്റിലുള്ള എല്ലാ ആൾക്കാരും താഴെ വരും. ഇതിലിപ്പോൾ 2 കോൺടാക്റ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് ആൾക്കാരുടെ എണ്ണം കാണാത്തത്. അപ്പോൾ ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആളുടെ പ്രൊഫൈൽ എടുത്തിട്ട് നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.